ശ്രീ ജലീൽ പുനലൂർ, ഇതാണ് സ്ഥിതി. ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഇത് കയ്യബദ്ധമായി വന്ന ഒരു സംഭവമല്ല, ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. എനിക്കതിന് നിന്റെ സഹായം വേണം. നോക്കൂ, ഇത്ര സംഘടിതമായി കേരളത്തിൽ പല സ്ഥലത്തും വിഷുക്കണിയെയും കൃഷ്ണഭഗവാനെയും അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഇത്തരത്തിൽ ഈ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്നോ രണ്ടോ അല്ല, ഇപ്പോൾ തന്നെ 10-ലധികം സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ടും ഇതിനെതിരെ ഒരു എതിർ ശബ്ദം പുറപ്പെടുവിക്കാൻ നിങ്ങളുടെ മുന്നണിക്കോ അതുപോലെ വലതു മുന്നണിക്കോ കഴിയുന്നില്ല. അത് ശ്രീ അനിൽ വിളയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുതരം പ്രീണന രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും നീലിമ പറഞ്ഞതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അതിപ്പോ ഇത് കേൾക്കുന്നവർക്കൊക്കെ കൃത്യമായി ബോധ്യമാണ്. നിങ്ങൾ 4 പേരും ഒരേ സ്വരവും, ഞാൻ മാത്രമാണ് ഇതിൽ ഭിന്നാഭിപ്രായം പറയുന്നത്. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് ഇടപെടൽ നടത്തി എനിക്ക് തരുന്നത് വളരെ ചുരുങ്ങിയ സമയമായിരിക്കും. ആ ചുരുങ്ങിയ സമയമെങ്കിലും പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കണം. ആ ദയാവായ്പ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഈ നിലയിൽ ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള ഈ പ്രചരണം കേരളത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അല്ല, കേരളത്തിൽ കുറച്ചതുപോലെ അല്ല, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ 4 പേരും കൂടി തന്നെ സംസാരിച്ചോളി. അങ്ങനെ ഇടപെടാതിരിക്കാൻ പറയാം. മുന്നോട്ട് വെക്കട്ടെ. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും 100ഓളം കൊല്ലമായിട്ട് ഈ പ്രചരണം നടത്തിയിട്ടൊന്നും ഈ പറയപ്പെടുന്ന ആശയങ്ങൾക്കൊന്നും വലിയ ഗതി പിടിക്കാൻ സാധിക്കാത്ത ഒരു നാടാണ് കേരളം. ഒരുപാടായി എന്റെ നേരെ പല രീതിയിൽ പലവട്ടം ഇവിടെ ചർച്ചയിൽ വന്നിട്ടുണ്ടല്ലോ, മതനിന്ദാ നിയമം എടുത്തു കളഞ്ഞോളൂ. ആരാണ്ട് പറഞ്ഞത് VHPയുടെ നേതാവല്ലേ അടുത്തിരിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. VHPയുടെ നേതാവ് ദേശീയ വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ട് ആലോചിച്ചിട്ട് രാജ്യം ഭരിക്കുന്ന BJPക്ക് അത് നടപ്പിലാക്കാൻ വയ്യാത്തതെന്ന് ജനം TVയിൽ വന്നിരുന്ന് ആക്രോശിച്ചിട്ട് കാര്യമുണ്ടോ? എന്ന് മാത്രമല്ല, ജനം TVക്കും ഹിന്ദു സംഘടനകൾക്കും പോലും ഇത്തരം വിഷയങ്ങളിൽ തീവ്രത പോരാ എന്ന് നിങ്ങളുടെ തന്നെ തീവ്രതയെ അളക്കുന്ന യന്ത്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ അപ്പുറവും ഇപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കും. പരസ്പരം മനസ്സിലാക്കാനും മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളെ കാണാനും ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ കാണാനും ഒന്നും ഈ പുത്തൻ അവതാരങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല. മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒരു സെക്കൻഡ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് കുറച്ച് സമയമായി ഒരു ഇടപെടലിന് ശ്രമിക്കുന്നുണ്ട്. അങ്ങേക്ക് ഒന്ന് ഇടപെടാം, അതിനുശേഷം ജലീൽ പുനലൂരിലേക്ക് എത്താം. പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ എനിക്കൊരു സംശയമാണ്. ജലീലാണ് ഇതിന് ഉത്തരം തരേണ്ടത്. അതായത് ഇവിടെ ഇദ്ദേഹം പറയുന്നു ഇതൊക്കെ വളരെ ആസൂത്രിതമായി എന്തോ ഇതിലൊന്നും വലിയ കഴമ്പില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നു. ശരി, നമ്മളുടെ ജോസഫ് മാഷിന്റെ വിഷയം, ആ ജോസഫ് മാഷിന്റെ വിഷയം അതിവിടെ കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത്. ജോസഫ് മാഷെ മടയൻ എന്ന് വിളിച്ച ഒരു ആളും ഇവിടെ ഉണ്ട്. ആരാണെന്നുള്ളത് നമുക്കറിയാം. ഞാനൊരു തിരുത്തു തരികയാണ്. അദ്ദേഹം ആദ്യം ഡോക്ടറായിട്ടാണ് വന്ന്, ഇപ്പൊ താങ്കൾ പറഞ്ഞു ഡോക്ടറാണ്. ഇപ്പൊ അദ്ദേഹം ഡോക്ടർ അല്ല. ഇപ്പം ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ആരിഫ് ഹുസൈൻ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം ചോദിച്ചതിന് ഉത്തരം പറയുക. അതൊക്കെ പറയും. അത് ചെലവിനാണ് കഴിയുന്നത്. അതല്ല, പക്ഷെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. വളരെ ആരോഗ്യകരമായ ഒരു ചർച്ചയല്ലേ ശ്രീ ജലീൽ പുനലൂർ? വെറുതെ ഞാനൊരു ജെനുവിൻ ആയിട്ടുള്ള സംശയം ചോദിക്കുമ്പോ ജെനുവിൻ ആയിട്ടുള്ള ഉത്തരം തരും. അതിനു പകരം എന്റെ വ്യക്തിപരമായ സംഗതികളിലേക്ക് കടന്നാൽ കോയ വിവരം അറിയും. ഓക്കെ, നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. ചോദിച്ചതിന് ഉത്തരം പറയും. വേറെ ആരെങ്കിലും വിളിച്ചാൽ മതി. എന്നാ ഉത്തരം പറയും. ജോസഫ് മാഷ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ജോസഫ് മാഷെ മടയൻ എന്ന് MA ബേബി വിളിച്ചത് ആ നടപടിയോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ലേ? നീയാണല്ലോ കോടതി.
കണ്ടിന്യൂ. ഞാൻ ചോദിക്കാൻ അതല്ല. പറ്റുന്ന കാര്യം തന്നെയാണ്. അതല്ല. ജോസഫ് മാഷിന്റെ അതാണ് കാര്യത്തിൽ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ പറയുന്നതൊക്കെ നീലിമ കാണുമ്പോൾ വിളിച്ച- ജോസഫ് അത് മാഷിന്റെ ഒന്ന് കാര്യത്തിൽ clear നിങ്ങളുടെ ചെയ്യാം. നിലപാടിൽ വല്ല മാറ്റവും ഉണ്ടോ? ജോസഫ് മാഷിന്റെ വിഷയം കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പൊതുസംഘടന ആ നടപടിയെ SDP അടക്കമുള്ള ആ കക്ഷികളുടെ നടപടിയെ പോപ്പുലർ ഫ്രണ്ടിന്റെ നടപടിയെ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് അതിൽ കൈവെട്ടിയ ആളുകളെ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. Yes. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. അത് തന്നെ, ആ ചെയ്ത ആളുകൾ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. പേര് തറവാട്ടിൽ പിറന്ന ആളാണെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. കാര്യം പറയണോ? ഇത്ര പെട്ടെന്ന് ഞാൻ ഏത് സംഘടനയാ പറഞ്ഞേ? ഏത് സംഘടന? അതെ. ഏത് സംഘടനയാണ് ഇവിടെ? തറവാട്ടിൽ പിറന്ന ഞാൻ MAB വേണമെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ തന്നെയല്ലേ കാണിച്ചു തരാം. ജോസഫ് മാഷ് ചെയ്തത് ഞാൻ മടയത്തരം അതിന്റെ ചിത്രങ്ങൾ തന്നെ നിന്റെ കർമ്മത്തിൽ നീ കാണിച്ച ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം അതാണ് നിനക്ക് കിട്ടാൻ പോകുന്ന ഈ വിശിഷ്ട സേവാമേള. ചിത്രം കാണും. ഇതെ കേരളത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു ഉസ്താദ് ജോസഫ് മാഷയുടെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകം മുഖത്ത് വെച്ച് അട്ടഹസിക്കുന്ന ചിത്രമാണ്. അൻസാരി സുഹുരി ആലപ്പുഴ. ഓക്കെ, ഇദ്ദേഹം തീവ്രവാദിയാണോ അല്ലേ? പറയൂ. അത് ട്രോളാ. ഇത് കാണിച്ചിട്ട് RSS പറ്റിക്കാൻ ആശ വന്നിരിക്കുന്നേ. സംഗതി വേണമെന്നല്ല, സംഗതി ശ്രീ ജലീൽ സംഗതി പുനലൂർ, ഞരമ്പുമ്പോ തൊട്ടപ്പോ ശ്രീ കോയയുടെ ജലീൽ കിളി പോയി. പുനലൂർ, അതാണ് സത്യം ഉണ്ടായത്. പറയുമ്പോൾ അത് ട്രോളാണെന്ന് പറയാതെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഈ ട്രോൾ എടുത്തിട്ട് നിങ്ങളെ പറ്റിക്കാൻ ഇത് ട്രോളല്ല, ഇത് ട്രോളല്ല. ഓക്കെ, അത് നിങ്ങളുടെ സൗകര്യത്തിന് ട്രോളും അല്ലാതെ ആക്കുന്ന പരിപാടി അത് അങ്ങ് വല്ല മദ്രസയിലും ചെലവാക്കിയാൽ മതി. ഇതേ അവസാനം നാട്ടുകാർ കയറി നിന്റെ മുഖത്ത് പഞ്ചവാദ്യം വായിക്കുമ്പോഴേ നീ വിവരം ചിത്രമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഈ പറയുന്ന വ്യക്തി ഒറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറയുന്ന ഈ ചിത്രം, ഈ പറയുന്ന പുസ്തകത്തിന്റെ ചിത്രം മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് ഈ പറയുന്ന ജോസഫ് മാഷെ കൊഞ്ഞനം കുത്തുന്നു. ഈ മദ്രസ പഠനം എന്നൊക്കെ പറയുന്നത് അത് പിന്നെ അതിന് കൊടുക്കുന്ന ഈ എയ്ഡ് ഉണ്ടല്ലോ, ഗവൺമെന്റ് കൊടുക്കുന്ന കാശ്, അത് തീർച്ചയായിട്ടും ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരിക്കലും, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഈ മദ്രസയിലൊക്കെ പഠിച്ച് ഇങ്ങനെ തീവ്രവാദികളായിട്ട് മാറിയ ആളുകളാണ്. അത് ഞാനും നീതി കൊടുക്കുന്ന ആളാണ്. എൻ്റെ കാശും കൊണ്ട് മതം പഠിച്ചിട്ട് വന്നിട്ട് എൻ്റെ കാലും കൈയും വിട്ടത് ആരാണ്? എൻ്റെ കാശ്. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. സഫാരി ടിവിയിൽ വന്നപ്പോ അതിന്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ടി വന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ നടത്തിയ കൊലവിളി കാരണം. ഓക്കെ, അപ്പൊ മുസ്ലിം സംഘടന ഏറ്റെടുത്തോ ഇല്ലെന്നുള്ള ആ മാതിരി ഊടായ്പ വാദം ഇവിടെ ചെലവാവില്ല കോയ. ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ സംസാരിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനോ ഒരു ക്രിസ്ത്യൻ പുരോഹിതനോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്ന് പച്ചയായ ഒരു സത്യ. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. അമ്മയുടെ കാങ്ക വെച്ചാണ് കൈവെട്ടിയത്. എന്തുകൊണ്ട് അമ്മയുടെ കാങ്ക വെച്ച കൈവെട്ടി പോയതൊക്കെ SDP ചെയ്ത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് പടച്ചോന്റെ നിശ്ചയമാണ്. സ്വന്തം അമ്മയുടെ പ്രാക്കേറ്റവനാ വാദ്യാര്. അതുകൊണ്ടാ അയാള് ലേഖനം എഴുതിയിരിക്കും. ഞാൻ എന്തിനാ വായിച്ചു? അയാള് പുസ്തകം എഴുതുക, എന്റെ അയാളുടെ ചരിത്രം. അയാള് സത്യം പറയുന്നത് മുഴുവൻ കള്ളം എഴുതി വെക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ ഇട്ടവൻ മനുഷ്യനാണോ? അവന്റെ കൈയല്ല എന്റെ തല പോലും വെട്ടിക്കളയാണെന്ന് പോലും ഞാൻ കുറ്റം പറയാം. വേണ്ട, വേഷം കേട്ട വേണ്ട, ഇതാണ് വേറെയാ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം. നീ ആരാന്നാ നിന്റെ വിചാരം? ഈ അഹങ്കാരമൊക്കെ അങ്ങ് കോഴിപ്പള്ളിയിൽ വെച്ചിട്ട് വന്നാ മതി കേട്ടോ. അത് തന്നെ, ആ ചെയ്ത ആളുകൾ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. പേര് തറവാട്ടിൽ പിറന്ന ആളാണെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ട്. തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. ഇത് ലോകത്തിന്റെ ചരിത്രമറിയാത്തവരുടെ വ്യാമോഹം മാത്രമാണ് എല്ലാം അവസാനിച്ചു എന്ന്.